മണ്ഡലം കമ്മിറ്റി ഒന്നടങ്കം MLA മത്സരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ആ MLA മാറ്റി നിർത്തിയത് നാട്ടികയിൽ CC മുകുന്ദനെ. പക്ഷേ അദ്ദേഹത്തിന് മത്സരിച്ചേ പറ്റുള്ളൂ. അദ്ദേഹം ഉടൻ നേരെ ചെന്ന് കോൺഗ്രസിനെ സമീപിക്കുന്നു. അപ്പോൾ കോൺഗ്രസ് ആദ്യം ഒന്ന് ആലോചിക്കാമെന്ന് പറഞ്ഞെങ്കിലും അവിടെ പാർട്ടിയിൽ കോൺഗ്രസിൻ്റെ തട്ടിൽ നിന്ന് അവർക്ക് പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ് നാട്ടിക. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് മത്സരിച്ചേ മതിയാവൂ എന്ന് താഴെത്തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് ആവശ്യം ഉയർന്നതിനെ തുടർന്ന് അവർ ആ പിന്തുണയ്ക്ക് തയ്യാറായില്ല. ഉടൻ ഈ CPIയിലെ ഇന്നലെ വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഉദാത്തനായ നേതാവാണ്, ഇല്ലെങ്കിൽ വളരെ ആശയ വ്യക്തതയുള്ള നേതാവാണെന്ന് പറഞ്ഞ ഈ MLA നേരെ BJPയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ BJP പിന്തുണയോടുകൂടി മത്സരിക്കുകയാണ്. അതായത് ഇന്നലെ വരെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന ഒരാളിന് ഇന്ന് BJPയിലേക്ക് പോകുമ്പോൾ അതൊട്ടും ഒരു കുറവായി കാണുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, പ്രത്യയശാസ്ത്ര വിദ്യാഭ്യാസം ലഭിക്കാത്ത കേഡറുകൾ പാർട്ടിയുടെ ഈ ഇടതു പാർട്ടികളുടെ വിവിധ കമ്മിറ്റികളിൽ നിറഞ്ഞു നിൽക്കുന്നില്ലെങ്കിലും കുറേയേറെ പേരൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞ ഈ അധികാരത്തോട് ഉള്ള താല്പര്യം, ഇല്ലെങ്കിൽ പാർട്ടി സ്ഥാനമാനങ്ങൾ വേണമെന്നുള്ള ആഗ്രഹം.